അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം. അവരാരാണെന്നറിയോ? അവരുടെ ഒന്നാമത്തെ യോഗ്യത എന്തെന്നറിയോ? അവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി എന്തെന്നറിയോ? അവർക്ക് ഈ ലോകത്ത് അല്ലാഹനെ അല്ലാതെ വേറൊരു മഖ്ലൂക്കിനെയും പേടിയില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര്, ആ ഔലിയാക്കന്മാരുടെ ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ? ലാ ഖൗഫുൻ അലൈഹിം. ഈ ലോകത്ത് അവർക്ക് അല്ലാഹനെ അല്ലാതെ, പടച്ച റബ്ബിനെ അല്ലാതെ ഈ ലോകത്തൊരു മഖ്ലൂക്കിനെയും അവർക്ക് പേടിയില്ല. അവർക്ക് അല്ലാഹനെ മാത്രമേ പേടിയുള്ളൂ. ഈ ലോകത്ത് അല്ലാഹനെ അല്ലാതെ ഒരു കൊലകൊമ്പനെയും അവർക്ക് ഭയമില്ല. അതായിരുന്നടോ അവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും ആ ക്വാളിറ്റി ഉണ്ടാകണം സഹോദരാ. നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല. നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല. അല്ലാഹ് ആരാണെന്ന് ഏത് കാലത്താ ഞാനും നിങ്ങളും പഠിക്കുന്നത്? അല്ലാഹ് ആരാണെന്ന് പഠിക്കണം സഹോദരാ. അല്ലാഹനെ കുറിച്ച് പഠിക്കുവാ ഒരു വാപ്പയുടെ കടമയല്ലേ? തന്റെ മക്കൾക്ക് ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാഹനെ കുറിച്ചാ. നമ്മളിൽ ആർക്കാ അല്ലാഹനെ കുറിച്ച് അറിയണേ? അവർക്ക് അല്ലാഹുവിനെ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരെയും പേടിയില്ല. നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല. നമുക്ക് പടച്ച റബ്ബ് ആരാണെന്നുള്ള അറിവ് പോലും ഈ താടിയും തഴമ്പുള്ള എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അല്ലാഹ് ആരാണെന്ന് മനസ്സിലാക്ക്. എടോ, അല്ലാഹ് ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിന്റെ പേടിയൊക്കെ പോകും. നിനക്ക് അല്ലാഹനെ കുറിച്ച് അറിയണ അറിവെന്താ? ആകാശം പടച്ചതല്ല, ഭൂമി പടച്ചതല്ല, നിന്നെ പടച്ചതല്ല. ഇങ്ങനെ കേവലം ഒരു 10 വാക്കല്ലാതെ നിനക്ക് അതിനപ്പുറം എന്തറിയാം അല്ലാഹയെ കുറിച്ച്? അല്ലാഹയെ കുറിച്ച് നമുക്ക് പറയാൻ എന്തറിവ്? കൊച്ചുകുട്ടികൾക്ക് പോലും അറിയണോ? ഒരു വാപ്പയുടെ കടമയാണ് ആദ്യം അല്ലാഹ് ആരാണെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാഹ് ആരാണെന്ന, 2 നബിതങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നിനക്കറിവുണ്ടാകണമല്ലോ. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ എന്ത് അർഹതയാ, എന്തറിവായിരിക്കും നിങ്ങൾക്കുമുള്ളത്? അല്ലാഹനെ കുറിച്ച് നമ്മൾ പഠിക്കണം, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും. എല്ലാവരും റാത്തല്ലോ. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. നല്ല നല്ല വിഷയമാണ്. എല്ലാവരും വീഡിയോ പൂർത്തി നോക്കണം. നല്ല നല്ല വാദമാണ്. സിറാജ് ഖാസിമിൻ്റെ വാദമാണ്. എല്ലാ വാദമുണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. പൂർത്തി നോക്കണം വീഡിയോത്തിന്. പിന്നെ നല്ല നല്ല വിഷയൻ്റെ വാദമാണ്. എല്ലാം പൂർത്തി നോക്കണം, ഷെയറാക്കണം, സപ്പോർട്ട് വേണം. എൻ്റെ വീഡിയോ കുറച്ച് വീഡിയോത്തിൻ്റെ ടൈം കംപ്ലീറ്റ് ആയിട്ടാണ്. പിന്നെ എല്ലാം ഇതും എല്ലാവരും പൂർത്തി വാദം നോക്കുന്നില്ല. നല്ല നല്ല ബിസിൻ്റെ വാദമാണ്. വേറെ എല്ലാവരും ഷെയർ ആക്കണം. സപ്പോർട്ട് മെയിൻ വേണ്ടത് നിങ്ങൾക്ക്. നല്ല നല്ല വാദം ഉണ്ടല്ലേ ആണ്. എല്ലാവരും സപ്പോർട്ട് വേണം. വേറെ എല്ലാവരും പിന്നെ ബെല്ലൈക്കൺ ഷെയർ ആക്കണം. അസ്സലാമു അലൈക്കും.